ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ 12ാം ദിവസം പിന്നിടുമ്പോൾ നദിയിൽ നിന്ന് കിട്ടിയ സിഗ്നൽ വെച്ചിട്ടുള്ള സ്പോട്ടിലാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരച്ചിൽ ഇന്ന് ആരംഭിച്ചപ്പോൾ ഒരുപാട് സമയം വളരെ ശക്തമായ കാറ്റും മഴയും ആയതിനാൽ തന്നെ അതൊരു വെല്ലുവിളിയായിരുന്നു രക്ഷാദൗത്യത്തിന് ഉണ്ടായിരുന്നത്. പിന്നീട് ആളുകൾ ഇറങ്ങാനായിട്ട് തയ്യാറാവുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ നദിയിലുള്ള മൺകൂനയിലെത്തി കുന്താപുരയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഒരു സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. തെരച്ചിൽ സംഘത്തിലെ തലവൻ ഈശ്വർ മാൽപേ നദിയിൽ മുങ്ങിയെങ്കിലും പുഴയിലെ അടിയൊഴുക്ക് കാരണം തിരിച്ചു കയറുകയായിരുന്നു. ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് ഈശ്വർ മാൽപേയും സംഘവും അവരൊരു 8 അംഗ സംഘമാണ് ഇത്തരത്തിൽ തിരച്ചിലിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. പലതവണ പുഴയിൽ മുങ്ങിപ്പോയെങ്കിലും ഈശ്വർ മാൽപേ അതിവേഗം തിരിച്ചു കയറിയെന്നാണ് വിവരം. ദൗത്യവുമായി മുന്നോട്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട് ഈശ്വർ മാൽപേ ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടത്തി. തെരച്ചിലിനിടെ ഈശ്വർ മാൽപേ കയർ പൊട്ടി ഒഴുകിപ്പോയെന്നാണ് വിജിൻ MLA മാധ്യമങ്ങളോട് പറഞ്ഞത്. 3 തവണയാണ് നാവികസേന ഈശ്വർ മാൽപേയെ രക്ഷപ്പെടുത്തിയത്. എന്ത് വന്നാലും പക്ഷേ ദൗത്യത്തിൽ നിന്നും പിന്മാറില്ലെന്നും അർജുനെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് തന്നെയാണ് ഈശ്വർ മാൽപേ അറിയിച്ചിരിക്കുന്നത്. 4ാമതും പുഴയിലേക്ക് ഇറങ്ങാനായി തയ്യാറെടുക്കുകയാണ്. സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഈശ്വർ മാൽപേ 2 തവണ ഇറങ്ങി. 3ാം തവണ ഇറങ്ങിയപ്പോഴാണ് ശരീരത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന റോപ്പ് പൊട്ടിയതും ഏകദേശം ഒരു 50 മീറ്ററോളം അധികം ഒഴുകിപ്പോയതും. പിന്നീട് നാവികസേന രക്ഷിക്കുകയായിരുന്നു. ഈ ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് തന്നെ നാവികസേനയും അവർക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് സ്ഥലത്തുണ്ട്. എന്നാൽ കൂടുതൽ ആഴത്തിലേക്ക് ഈശ്വറിന് പോകാൻ കഴിഞ്ഞില്ല. നദിയുടെ താഴ്ചയിലേക്ക് പോയെങ്കിലും അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് തിരിച്ച് കയറേണ്ടി വന്നെന്നും MLA പറഞ്ഞു. നിലവിൽ നാവികസേനയും അതുപോലെ തന്നെ ഈശ്വർ മാൽപേയുടെ സംഘവുമാണ് ഈ ഒരു സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ ആത്മവിശ്വാസമാണ് ഈശ്വർ മാൽപേ പ്രകടിപ്പിക്കുന്നതെന്നും MLA പറഞ്ഞിട്ടുണ്ട്. പുഴയിലിറങ്ങിയ ആളുമായി കരയിലുള്ളവർക്ക് ആശയവിനിമയം നടക്കുന്നുണ്ട്. നദിക്കടിയിൽ വലിയ പാറകളുണ്ടെന്നും MLA പറഞ്ഞു. നദിയിൽ അടിയൊഴുക്ക് ഇന്നലെ 5.5 നോട്ട്സ് ആയിരുന്നു. അതായത് മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗമായിരുന്നു. 2 മുതൽ 3 നോട്ട്സ് വരെ ഒഴുക്കിൽ പുഴയിലിറങ്ങി പരിശോധിക്കാൻ നാവിക സേനാ സംഘം സന്നദ്ധരാണ്. 3.5 നോട്ട്സ് മണിക്കൂറിൽ 6.4 കിലോമീറ്റർ വേഗമാണെങ്കിലും പരിശോധനയ്ക്ക് തയ്യാറായേക്കും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പുഴയിലിറങ്ങുന്നത് അപകടമാണെന്ന് നേവി സംഘം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടം പുഴ പരിചയമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ സഹായം തേടിയെത്തിയത് പിന്നീട് ഈ സാഹചര്യത്തിലാണ്. സമാനമായ സാഹചര്യങ്ങളിൽ മുൻപും പ്രവർത്തിച്ചിട്ടുള്ള സംഘമാണിത്. ശക്തമായ അടിയൊഴുക്കുള്ള പുഴയിൽ ഇറങ്ങി പരിചയമുള്ളവരാണ് ഇവർ. ഉടുപ്പി ജില്ലയിലെ മാൽപേയിൽ നിന്നുള്ളവരാണ് ഇവർ. ഷിരൂരിലേത് ശ്രമകരമായ ദൗത്യമെന്നും സംഘത്തലവനായിട്ടുള്ള ഈശ്വർ മാൽപേ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. പുഴയിൽ 3 ബോട്ടുകളിൽ പോയി നങ്കൂരമിട്ടാകും പരിശോധിക്കുക. അടിയൊഴുക്കിനൊപ്പം ചെളിയും മൂടി നിൽക്കുന്നത് വലിയ വെല്ലുവിളിയാണെന്നും ഈശ്വർ മാൽപേ വ്യക്തമാക്കി. പുഴയുടെ അടിത്തട്ടിലേക്ക് പോയാൽ ഒന്നും കാണാനാകില്ലെന്നും കൈകൊണ്ട് തൊട്ടു നോക്കിയാണ് ശരീരഭാഗം ഏതാണെന്നും ലോഹഭാഗം ഏതാണെന്നും തിരിച്ചറിയുകയെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു. റഡാറിൽ തെളിഞ്ഞ എല്ലാ പോയിന്റുകളിലും പരിശോധന നടത്തുമെന്നും വെള്ളത്തിൽ 100 അടി വരെ താഴെ പോയി മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചിട്ടുണ്ടെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു.